അക്ബർ ചക്രവർത്തിയുടെ ചടുലമായ കൊട്ടാരത്തിൽ ചിരി ജ്ഞാനം പോലെ അനായാസം പ്രതിധ്വനിച്ചപ്പോൾ വഴുതനകൾ ഉൾപ്പെടെ ഒരു പ്രത്യേക സംഭവം കേന്ദ്രസ്ഥാനം നേടി. ഈ ഹാസ്യകഥ അക്ബർ, ബീർബൽ എന്നിവരുടെ ദുരനുഭവങ്ങളും ഒരു എളിയ പച്ചക്കറിയുടെ അപ്രതീക്ഷിത വിലയും അനാവരണം ചെയ്യുന്നു. ഒരു ദിവസം തിരക്കേറിയ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തടിച്ചതും ചടുലവുമായ വഴുതന വിൽക്കുന്ന ഒരു കച്ചവടക്കാരനിൽ അക്ബർ രാജാവിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. അവയുടെ ആകർഷണീയതയിൽ ആകൃഷ്ടനായ ചക്രവർത്തി തൻ്റെ രാജകീയ വിരുന്നിന് അവ ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. അക്ബർ ചക്രവർത്തി വിപണി വിലയുടെ സങ്കീർണതകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആളല്ല. അതുകൊണ്ട് ബീർബലിലേക്ക് തിരിഞ്ഞു. ബീർബൽ, ഈ വഴുതനകളുടെ ഏറ്റവും നല്ല വിലയെന്തെന്ന് ചോദിക്കൂ. ഇന്ന് രാത്രിയിലെ മഹത്തായ വിരുന്നിന് എനിക്ക് അവ വേണം. കുസൃതി നിറഞ്ഞ ചിരിയോടെ ബീർബൽ ദൗത്യത്തിൽ ഏർപ്പെട്ടു. പരിചയസമ്പന്നനായ ഒരു ചർച്ചക്കാരൻ്റെ എല്ലാ കഴിവുകളോടും കൂടി വഴുതന വിൽപ്പനക്കാരനെ സമീപിച്ചു. കൊള്ളാം സർ, അദ്ദേഹം തുടങ്ങി. ചക്രവർത്തി ഇന്ന് രാത്രി തൻ്റെ വിരുന്നിന് ഈ ഗംഭീര വഴുതനകൾ ആഗ്രഹിക്കുന്നു. അത്തരം വിശിഷ്ടമായ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില എന്താണ്? ഒരൽപ്പം ഉല്ലാസത്തിനുള്ള അവസരം മനസ്സിലാക്കിയ കച്ചവടക്കാരൻ അതിശയോക്തി കലർന്ന സമൃദ്ധിയോടെ മറുപടി പറഞ്ഞു. ഓ, ഈ വഴുതനങ്ങൾ നിങ്ങളുടെ സാധാരണ പച്ചക്കറികളല്ല പ്രിയ ബീർബൽ. ഓരോന്നിനും 10 സ്വർണ്ണ നാണയങ്ങളുടെ വിലയുണ്ട്. ഒരു ചിരി അടക്കിപ്പിടിച്ച് ബീർബൽ മറുപടി പറഞ്ഞു. ഒരു വഴുതനങ്ങയ്ക്ക് 10 സ്വർണ്ണ നാണയങ്ങൾ? അത് വളരെ കുത്തനെയുള്ളതായി തോന്നുന്നു സുഹൃത്തെ. നമുക്ക് ന്യായമായ വിലയ്ക്ക് സംസാരിക്കാം. കച്ചവടക്കാരൻ ഗൗരവം നടിച്ചു. ഞാൻ ഉറപ്പു തരുന്നു, ഇവ സാധാരണ വഴുതനങ്ങളല്ല. ഒരു മാന്ത്രിക ഉദ്യാനത്തിൽ നിന്നാണ് അവ വരുന്നത്. അവയെ രാജകീയ പദവിയിലേക്ക് ഉയർത്തുന്ന ഗുണങ്ങളുണ്ട്. അത് 10 സ്വർണ്ണ നാണയങ്ങളാണ്. ബീർബൽ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയാത്ത ആളല്ല, ഒപ്പം കളിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ലത്. പക്ഷേ ഈ നാട്ടുരാജ്യങ്ങളെ ന്യായീകരിക്കാൻ ഈ വഴുതനകൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ ഞങ്ങൾ വില പുനർവിചിന്തനം ചെയ്യും. പരിഹാസത്തിൽ രസിച്ച കച്ചവടക്കാരൻ വെല്ലുവിളി സ്വീകരിച്ചു. ബീർബൽ ഉടൻ തന്നെ വഴുതനങ്ങൾ വാങ്ങി ഇരുവരും മാന്ത്രിക പച്ചക്കറികളുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജകീയ വിരുന്ന് ആരംഭിച്ചപ്പോൾ വഴുതനങ്ങയുടെ വാഗ്ദത്ത അത്ഭുതങ്ങൾക്കായി അക്ബർ രാജാവ് ആകാംക്ഷയോടെ കാത്തിരുന്നു. ചക്രവർത്തിയുടെ കടിയേറ്റപ്പോൾ കോടതി നിരീക്ഷിച്ചു. എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട് അക്ബർ പൊട്ടിച്ചിരിച്ചു. ഹാസ്യമുഹൂർത്തം പിടിച്ചെടുത്ത ബീർബൽ പ്രഖ്യാപിച്ചു. നിന്റെ മഹിമ, ഈ വഴുതനകളുടെ അത്ഭുത ശക്തി നോക്കൂ. ഏറ്റവും ഗൗരവമേറിയ സന്ദർഭങ്ങളിൽ പോലും സന്തോഷവും ചിരിയും കൊണ്ടുവരാൻ അവയ്ക്ക് കഴിവുണ്ട്. സാംക്രമിക ചിരിയിൽ പങ്കുചേർന്ന് കോടതി ആഹ്ലാദത്തിൽ മുഴങ്ങി. വിനോദത്തിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അക്ബർ ലളിതമായ ഒരു മാർക്കറ്റ് ഇടപാട് സന്തോഷത്തിൻ്റെ ഉറവിടമാക്കി മാറ്റിയതിന് ബീർബലിനെ അഭിനന്ദിച്ചു. ചിരി ശമിച്ചപ്പോൾ അക്ബർ ബീർബലിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു. സുഹൃത്തെ, അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ പോലും നർമ്മം കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധേയമായ കഴിവുണ്ട്. കുത്തനെയുള്ളതാണെങ്കിലും ഈ വഴുതനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വില അവർ ഞങ്ങളുടെ വിരുന്നിൽ കൊണ്ടുവന്ന സന്തോഷത്തിന് അർഹമാണ്. ബീർബൽ കണ്ണു ചിമ്മിക്കൊണ്ട് മറുപടി പറഞ്ഞു. മഹാനെ, ചില സമയങ്ങളിൽ വസ്തുക്കളുടെ യഥാർത്ഥ മൂല്യം ഭൗതിക മൂല്യത്തിനപ്പുറമാണ്. ഈ വഴുതനകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടാകില്ല, പക്ഷേ ഇന്ന് രാത്രി അവർ ഉയർത്തിയ ചിരി തീർച്ചയായും അമൂല്യമാണ്. അപ്പോഴും തമാശയിൽ മുഴുകുന്ന കോടതി അന്ന് വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. ഏറ്റവും ലളിതമായ അനുഭവങ്ങളെപ്പോലും ഉയർത്താൻ നർമ്മത്തിന് ശക്തിയുണ്ടെന്ന്. സാധാരണ നിമിഷങ്ങളെ അസാധാരണമായ ഓർമ്മകളാക്കി മാറ്റുന്ന അമൂല്യനിധികളാണ് ചിരിയും സന്തോഷവും എന്നതാണ് കഥയുടെ മാന്ത്രികത. If you love to watch this video, you can like, share and subscribe.